അല്പസമയം മുൻപ് എറണാകുളം സബ് ജയിലിൽ നിന്ന് വന്ന വാർത്ത, പ്രതി ചാടിപ്പോയി. ലഹരിമരുന്ന് കേസിലെ പ്രതി മണ്ഡി വിശ്വാസാണ് ചാടിപ്പോയത് എന്നതാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതെപ്പോഴാണ് സംഭവം? തെരച്ചിൽ നടക്കുന്നുണ്ടല്ലോ. അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം. എറണാകുളം സബ് ജയിലിൽ നിന്നാണ് മണ്ഡി വിശ്വാസ ചാടിപ്പോയത്. ഏത് സാഹചര്യത്തിലാണ് ചാടിപ്പോയതെന്ന് വ്യക്തമല്ല. നിലവിൽ എറണാകുളത്തെ സെൻട്രൽ പോലീസും അതോടൊപ്പം എറണാകുളം നഗരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്തരത്തിലുള്ള പരിശോധനയാണ്. മംഗളവനത്തിലാണ് സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിക്കായി പരിശോധന നടത്തുന്നത്. ഈ മംഗളവനവും അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ ജയിലും ഈ സബ് ജയിലും തമ്മിൽ വലിയ ദൂരമില്ല. ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് അയാൾ എത്തിക്കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസത്തിലാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഒരു NDPS കേസിലെ പ്രതിയാണ് മണ്ഡി വിശ്വാസ്. എക്സൈസ് പിടികൂടിയ ആ പ്രതിയാണ്, എക്സൈസ് കേസിലെ പ്രതിയാണ്. ഇയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശി എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് നാളുകളായി ജയിലിലുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് വിശദമായ അന്വേഷണം നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും ഈ വനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച്, ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഇയാൾക്ക് ജയിൽ ചാടാൻ അവസരം ഉണ്ടായത് എന്ന കാര്യത്തിലടക്കം ഒരു പരിശോധന ഇനി ഉണ്ടാകും. ഉച്ചയോടുകൂടിയാണ് സംഭവം. അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. മറ്റാരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഒറ്റയ്ക്ക് സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇയാളെ പിടികൂടാനുള്ള തീവ്ര ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ്, വിവിധ ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ഈ സബ് ജയിലിന് തൊട്ടടുത്തുള്ള മംഗളവനത്തിൽ, ഇതൊരു വനപ്രദേശം, വനത്തിന് സമാനമായ ഒരു കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഒളിച്ചിരിക്കാനുള്ളൊരു സാധ്യത പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പരിസരത്ത് വിശദമായൊരു പരിശോധന നടത്തുകയാണ് പോലീസ്. നിലവിൽ സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള പരിശോധന. നഗരത്തിലെ വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഓവർ ബ്രിഡ്ജുകളൊക്കെ കേന്ദ്രീകരിച്ച്, അതിന്റെ താഴെയെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. ശക്തമായ നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി, സിറ്റി പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ DCP അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകൾ, അത്തരം പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ മംഗളവനത്തിൽ പോലീസ് പരിശോധന നടത്തുന്നത്. പക്ഷേ ഇവിടെ കാര്യമായ ഒരു സൂചന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യമായൊരു വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടെ നിന്നും കാര്യമായൊരു ലീഡ് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശം ഒന്നാകെ ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും സബ് ജയിലിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അധിക സാധ്യത അതിനാണ് പോലീസ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വാഹനങ്ങൾ കയറി റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി അവിടെ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം. അതുകൊണ്ട് വാഹനം ഈ റെയിൽവേ സ്റ്റേഷനിലടക്കം പോലീസിനെ വിന്യസിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് കുറെ നാളുകൾക്കൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എറണാകുളത്ത് ഇത്തരത്തിൽ പ്രതികൾ ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ വൈറ്റില ഹബ്ബിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ചാടിപ്പോയിരുന്നു. പക്ഷേ ജയിലിൽ നിന്ന് പ്രതി ഇത്തരത്തിൽ ചാടിപ്പോകുന്നത് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. ഇയാൾ NDPS കേസിലെ പ്രതിയാണ്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് പിടികൂടിയ പ്രതിയാണ്. വിഷ്ണു, ഇതുപോലെ പ്രതി ചാടി പോകുന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരിനി ഈ പ്രതിയെ കിട്ടാതെ അവർക്കൊരു വിശ്രമം ഉണ്ടാവില്ല. നമ്മൾ അവർക്കൊപ്പം പോവുകയാണോ? സ്മിത, നമ്മൾ അവർക്കൊപ്പം പോവുകയാണ്. അതായത് ഈ നഗരപ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റഡ് ഏരിയയിൽ തന്നെ ഇയാൾ ഉണ്ടാകും എന്ന വിശ്വാസമാണ് നിലവിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ പരിശോധന എല്ലാം നടക്കുന്നത് സബ് ജയിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ്. സബ് ജയിലിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡുകൾ, ഓവർ ബ്രിഡ്ജുകൾ, ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, വീടുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് വിവിധ സ്ക്വാഡുകളായി അന്വേഷിക്കുന്നത്. ഒപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ മംഗളവനം ഭാഗത്ത് തെരച്ചിൽ നടത്തുന്ന സെൻട്രൽ പോലീസ് ടീമിന്റെ കൂടെയാണ്. സെൻട്രൽ പോലീസ് ASIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ മംഗളവനത്തിൽ ഈ പ്രതിക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ ചാട്ടം അതൊരു വലിയ തലവേദനയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ആ പ്രതിയെ അവർക്ക് പിടികൂടുക, ഏത് വിധേനയും പിടികൂടുക എന്നുള്ളതാണ് അവർക്ക് മുമ്പിലുള്ള വഴി. ഇനി ഇയാൾ ചാടിയത് ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് ഘട്ടത്തിലാണ് ഇയാൾക്ക് ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകാൻ പറ്റിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണമൊക്കെ ഉറപ്പായും ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം ചാടിപ്പോയത് ഏത് വഴിയിലൂടെയാണോ എന്നതൊക്കെ പോലീസ് കണ്ടെത്തിയോ? എപ്പോഴാണ് ചാടിപ്പോയതെന്ന് അറിയാൻ പറ്റിയോ വിഷ്ണു?
അനുജ ജയിലിൽ നിന്ന് ചാടി എന്നുള്ളത് മാത്രമാണ് പോലീസിനും ഈ പ്രത്യേകിച്ച് ഇത് ജയിലിനകത്ത് നടന്നൊരു സംഭവമാണ്. ജയിലിനകത്ത് പോലീസുകാർക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുള്ളൂ. നിലവിൽ ഈ സെൻട്രൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇയാൾ ജയിൽ ചാടി എന്നുള്ളത് മാത്രമാണ്. ഇയാളെ കണ്ടുപിടിക്കണം, കർശനമായ പരിശോധന എല്ലായിടത്തും നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് സെൻട്രൽ പോലീസിനും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റേഷൻ പോലീസുകാർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സെൻട്രൽ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധനകൾ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ കാട് പിടിച്ച് കിടക്കുന്ന മേഖലകളും ഒറ്റപ്പെട്ട വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അയാളെ പിടികൂടാനാകും എന്ന ഒരു പ്രതീക്ഷ നിലവിൽ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കിട്ടും. കാരണം പ്രത്യേകിച്ച് ഇത് സെൻട്രൽ ഒരു നഗരഹൃദയഭാഗമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ വലിയ അലേർട്ടായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എറണാകുളം സബ് ജയിലിൽ നിന്നാണ് ലഹരിമരുന്ന് കേസിലെ പ്രതി ചാടിപ്പോയത്. മണ്ഡി വിശ്വാസ് എന്നാണ് അയാളുടെ പേര്. എങ്ങനെ ജയിലിൽ നിന്ന് ചാടിപ്പോകാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളതിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും മംഗളവനം കേന്ദ്രീകരിച്ചും മറ്റ് സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ പോലീസിന്റെ പരിശോധന തുടരുകയാണ്.